കണ്ണൂരിൽ സ്കൂൾ മുറ്റത്ത് നിർത്തിയിട്ട സ്കൂൾ ബസ് അടിച്ചു തകർത്തു. പയ്യാമ്പലം സർക്കാർ വൊക്കേഷണൽ ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂളിലെ ബസിന്റെ ചില്ലുകളാണ് തകർത്തത്. കെ സുധാകരൻ എംപിയുടെ പ്രാദേശിക വികസന നിധിയിൽ അനുവദിച്ച ബസ്സാണ് തകർത്തത്. മുഹമ്മദ് സൈഫുള്ള വിവരങ്ങൾ നൽകും. സൈഫുള്ള, ഇത് എപ്പോഴാണ് ഈ സ്കൂൾ ബസിന് നേരെ ഇങ്ങനെയൊരു ആക്രമണം ഉണ്ടായത്? ആരാണിത് ചെയ്തത് എന്നെ സംബന്ധിച്ച് എന്തെങ്കിലും സൂചനയുണ്ടോ? ഒരു കൂട്ടം സാമൂഹ്യ വിരുദ്ധരാണ് ഇതിന് പിന്നിൽ എന്നാണ് സ്കൂളിലെ ജീവനക്കാരും പ്രധാന അധ്യാപകരും ഒക്കെ പറയുന്നത്. പക്ഷേ ഇത് സംബന്ധിച്ചുള്ള കൂടുതൽ വിവരങ്ങളൊന്നും ലഭ്യമായിട്ടില്ല. ഇന്നലെ രാത്രിയാണ് ആക്രമണം നടന്നത് എന്നാണ് സംശയിക്കുന്നത്. ഇന്ന് രാവിലെ ജീവനക്കാരെ എത്തിയപ്പോഴാണ് സ്കൂൾ ബസിന്റെ ചില്ലുകളും അതുപോലെ ഓഫീസ് കെട്ടിടത്തിന്റെ ചില്ലുകളും തകർന്ന നിലയിൽ കണ്ടത്. സ്കൂൾ ബസിന്റെ ഇടത് ഭാഗത്തുള്ള ചില്ലുകളാണ് അടിച്ച് തകർത്തതായിട്ട് കാണുന്നത്. രാവിലെ കുട്ടികളെ അടക്കം സ്കൂളിലേക്ക് കൊണ്ടുവരാൻ വേണ്ടി ഡ്രൈവർ എത്തിയതാണ്, കൂട്ടാൻ പോകാൻ വേണ്ടി ഡ്രൈവർ എത്തിയതാണ്. അപ്പോഴാണ് ഇങ്ങനെ ഒരു സംഭവം നടന്നത്. അതേ തുടർന്ന് കുട്ടികളെ വിവരം അറിയിച്ചു, ഇന്ന് സ്കൂൾ ബസ് കൂട്ടാൻ വരില്ല എന്ന്. അങ്ങനെ മറ്റ് സ്വകാര്യ വാഹനങ്ങളും അത് ഉപയോഗിച്ചാണ് കുട്ടികൾ ഇന്ന് സ്കൂളിലേക്ക് എത്തിയത്. അതുപോലെ തന്നെ VHSE സ്കൂളാണ്. സ്കൂളിന്റെ VHSE ഓഫീസ് കെട്ടിടത്തിന്റെ ചില്ലുകളും അടിച്ച് തകർത്തിട്ടുണ്ട്. സാമൂഹ്യ വിരുദ്ധരാണ് ഇതിന് പിന്നിൽ എന്നാണ് സ്കൂൾ ജീവനക്കാർ പറയുന്നത്. പ്രധാന അധ്യാപകൻ PK അബ്ദുറഹ്മാന്റെ പരാതിയിൽ കണ്ണൂർ ടൗൺ പോലീസ് കേസെടുത്തിട്ടുണ്ട്. കെ സുധാകരൻ എംപിയുടെ പ്രാദേശിക വികസന നിധി ഉപയോഗിച്ചാണ് ഈ ബസ് സ്കൂളിന് സമർപ്പിച്ചത്. ഈ കഴിഞ്ഞ മാർച്ച് മാസം ആദ്യവാരത്തിലായിരുന്നു സ്കൂളിനായി ഈ ബസ് സമർപ്പിച്ചത്. അതിനിടയിലാണ് ഇങ്ങനെയൊരു സംഭവം ഉണ്ടായത്.